അനോണിമസ് യൂണിയൻസും സ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എന്താണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിത്തൗട്ട് നെയിമാണ്, വിത്തൗട്ട് ക്രിയേറ്റിംഗ് എ വേരിയബിൾ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ആർ അൺനെയിംഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസ് ഹൂസ് മെമ്പേഴ്സ് ക്യാൻ ബി ഡയറക്ട്ലി ആക്സസ്ഡ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എ വേരിയബിൾ. വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. These are generally used when the members of the union or structure need to be accessed directly without using separate name or union or structure. അപ്പം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്ട്രക്ചറിനെ യൂസ് ചെയ്ത് നോക്കാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു സ്ട്രക്ചറാണ് ഇനിഷ്യലൈസ് ചെയ്ത്. നോർമലി നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പേര് കൊടുക്കാറുണ്ട്, സ്ട്രക്ചറിന്റെ പേര് ഇല്ലേ, ഡാറ്റ ടൈപ്പ് ഏതാന്നുള്ളത്. ഇപ്പം ഞാൻ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത് കൊടുത്തിട്ടില്ല. ഞാൻ ആകെ കൂടി എന്ന് പറഞ്ഞാൽ അത് ഇനീഷ്യലൈസ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റ ടൈപ്പിന്റെ പേര് മാത്രം, അതായത് വേരിയബിളിന്റെ പേരാണ് ഇവിടെ കൊടുത്തുള്ളത്. സ്ട്രക്ട് എന്നുള്ളത് കൊടുത്തു, എന്നിട്ട് വേരിയബിളിന്റെ പേര് എന്നുള്ളതും കൊടുത്തു. അപ്പൊ .i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 .cc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടറും കൊടുത്തു. ഇനി ഇത് റൺ ചെയ്ത് എന്താണ് 20cc. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പൊ നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്, ഇവിടെ നമ്മളൊരു പേര് കൊടുക്കാറ്. ഓക്കെ, ഇനി നമ്മളിപ്പോ ഇത് സ്ട്രക്ചർ, ഇനിയിപ്പോ യൂണിയൻ ആണെങ്കിൽ എന്തായിരിക്കും, യൂണിയൻ ആണെങ്കിലും സെയിം തന്നെ. ഓക്കെ, യൂണിയൻ ആണെങ്കിൽ എന്താ അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ അല്ല എന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ എന്താ സിംഗിൾ ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, %d എന്ന് കൊടുക്കുക. സോറി, സെമിക്കോളൻ ഇട്ടിട്ടില്ല, സെമിക്കോളൻ. അപ്പൊ എന്താ 20c എന്നുള്ളത് വന്നു. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാത്തതാണ്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ യൂണിയൻ എഴുതുകയാണെങ്കിൽ എന്താ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പേര് കൊടുക്കും, അതാണ് ആ ഡാറ്റ ടൈപ്പിന്റെ പേര്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ യൂണിയൻ എന്താണ് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇപ്പൊ സ്ട്രക്ചറിന്റെ ഉള്ളിലാണെങ്കിലാ, ഇതിപ്പോ സ്ട്രക്ട്. ഓക്കെ, ഇവിടെ ഒരു കിടന്നോട്ടെ. നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചർ ചൈൽഡ് സ്ട്രക്ചർ ആക്കി. ഓക്കെ, അതായത് നെക്സ്റ്റഡ് സ്ട്രക്ചർ ആണെങ്കിൽ എന്താണ്ടാവുന്ന നോക്കുന്നത്. ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി i. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഒരു ഇത് കാണണം, എന്ത് സ്ട്രക്ട് ഇപ്പൊ പാരന്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, പാരന്റ് സ്ട്രക്ചർ എഴുതിയിട്ട് ചൈൽഡ് സ്ട്രക്ചർ എന്താണ് ഇവിടെ അനോണിമസ് ആണ്. കാരണം നമ്മൾ നെയിം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വാല്യൂസ് ആണ് ഇവിടെ കിട്ടുന്നത്. മനസ്സിലായോ? ഇപ്പൊ പാരന്റ് സ്ട്രക്ചറിന് ചൈൽഡ് സ്ട്രക്ചറിന് നമ്മൾ മെൻഷൻ ചെയ്യണ്ട, ഇല്ല. ഇത് എന്ന് പറഞ്ഞാൽ നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരന്റ് സ്ട്രക്ചറിന്റെ വേരിയബിളെ പോലെ തന്നെയല്ലേ നമ്മൾ ആക്സസ് ചെയ്യണത്. എന്താ .i = 13 എഴുതി എന്ന് പറഞ്ഞാൽ ഇത് പാരന്റ് ഇപ്പൊ പാരന്റ് സ്ട്രക്ചർ പോലെ തന്നെ നമ്മൾ എഴുതിക്കുന്നത്. കണ്ട, അപ്പൊ ഇതാണ് അനോണിമസ് സ്ട്രക്ചർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അനോണിമസ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് ഇനീഷ്യലൈസ് ചെയ്യാണ്ടിരിക്കുക. അൺനെയിംഡ് സ്ട്രക്ചർ, നെയിം ഇല്ലാത്ത സ്ട്രക്ചറിനെയാണ് എന്ത് നമ്മൾ പറയുന്നത് അനോണിമസ് സ്ട്രക്ചർ ആൻഡ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാണ് വേരിയബിൾസ്. ഓക്കെ, അപ്പൊ ഇത് ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.